സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആമത്തമ്പുരാനായിട്ടുള്ള ചെമ്പുഗോപിയായിട്ടുള്ള സുരേഷ് ഗോപിജിയുടെ ഒരു പ്രസ്താവനയും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അവതരണവും അതിൽ കൂടി നമുക്ക് കിട്ടിയ ആമ വളർത്തൽ സംരക്ഷണ കേന്ദ്രവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിജി പണ്ട് മുതലേ, അതായത് 2015 മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ എയിംസ് വരണം. അതായത് കേരളത്തിലെ എയിംസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തൃശ്ശൂർ ചെല്ലുമ്പോൾ തൃശ്ശൂരും അങ്ങ് ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ അങ്ങ് ആലപ്പുഴയിലുമാണ് എയിംസ് വരേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പലയിടത്തും പല വർത്തമാനം പറയുന്ന ആളുകളെ നമ്മൾ ഏത് പേരിലാണ് ഇത്രയും നാളും വിളിച്ചിട്ടുള്ളതെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ ഞാനത് പബ്ലിക്കലി പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള 20 എംപിമാരെ ജയിപ്പിച്ച് വിട്ടെങ്കിലും നമുക്ക് ആകെ പ്രയോജനം ചെയ്യുന്ന ഒരു എം പി ഉള്ളൂ. ബാക്കി 19 പേരും സൈലൻ്റ് ആണ്. അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപിജി ഈ ഒരു ആമ വളർത്തൽ കേന്ദ്രം അല്ലെങ്കിൽ ആമ വളർത്തൽ സംരക്ഷണ മേഖലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് ബജറ്റ് അവതരണത്തിനായിട്ട് പോയി. അവിടെ ചെന്ന് നമുക്ക് വേണ്ടിയിട്ട് ആമ മുട്ടയും ആമ ഇറച്ചിയും ആമയുടെ മറ്റു തോടും എല്ലാം ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇമ്പോർട്ട് ചെയ്തു, ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്ത് ഇവിടെ ഇറക്കുമതി ചെയ്തൊരു സംഭവമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരുപാട് ആളുകൾ, അതായത് ഈ ഒരു സംഭവങ്ങൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വിവാദങ്ങൾക്ക് മുൻപ് തന്നെ കലിംഗ സംവാദ പരിപാടികളിൽ പോയി അവിടെയും ഇവിടെയും തൊടാത്ത പല വർത്തമാനങ്ങളും പല ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന സുരേഷ് ഗോപി നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി ഈ KB ഗണേഷ് കുമാർ പറയുകയുണ്ടായി, ഒരു പ്രസംഗ വേദിയിൽ വെച്ചിട്ട് പറയുകയുണ്ടായി, സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല എന്താണ് പറയുന്നത്. സിനിമയിൽ ആക്ഷനും കട്ടും പറയുന്നത് പോലെ പുള്ളിയുടെ ലൈഫിൽ ആക്ഷനും കട്ടും പറയാൻ ആളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുള്ളി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ മറുപടിയിൽ വിരോധം വന്ന, അല്ലെ KB ഗണേഷ് കുമാർ പറഞ്ഞ കാര്യത്തിൽ നല്ല രീതിയിൽ വിറളി പൂണ്ട അല്ലെ വെറി പൂണ്ട സുരേഷ് ഗോപി വേറൊരു പ്രസംഗ വേദിയിൽ വെച്ചിട്ട് പറഞ്ഞൊരു കാര്യം, അതായത് എയിംസ് വരുമെന്ന് പറഞ്ഞാൽ വരും മറ്റേ മോനെ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം വലിയ വിവാദമായി, എല്ലാ ആളുകളും എടുത്തിട്ട് വലിച്ചു കീറി ചർച്ച ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകൾ വിമർശനാത്മകമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ പിന്നീട് സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ സത്യം, ഞാൻ പറഞ്ഞത് ശരിക്കും മറ്റേ മോനെ എന്ന് ഉദ്ദേശിച്ചതല്ല. ഞാൻ ഉദ്ദേശിച്ച വേറെ മറ്റേ മോനാണ്, നിങ്ങൾ ഉദ്ദേശിച്ച വേറെ മറ്റേ മോനാണ്, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ മകനെ എന്നാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇന്നിപ്പോൾ ഇതാ സുരേഷ് ഗോപിയുടെ പുതിയൊരു സമ്മേളനം വന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഒന്നും കിട്ടിയില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആമയുടെയും ആമയുടെ മുട്ടയുടെയും ഒക്കെ കാര്യം, തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തോളൂ, ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ. ഇദ്ദേഹം ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയാണെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്, രാഷ്ട്രീയമേ സിനിമയാണ്. അല്ലെ, അദ്ദേഹം ഇപ്പോഴും സിനിമാ ലോകത്ത് നിന്ന് അദ്ദേഹം വിട്ടുമാറിയിട്ടില്ല. ആ ഒരു സിനിമയുടെ മോഡ് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഈ BJP-യിൽ വന്നതോടുകൂടി ഇദ്ദേഹം വിചാരിച്ചത് ഇദ്ദേഹത്തിന് എന്തും ചെയ്യാമെന്നാണ്. അതായത് സിനിമയിൽ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, പോലീസുകാരെ കിരീട വിറപ്പിക്കുന്ന, പോലീസുകാരെ ഇടിക്കുന്ന, പോലീസുകാരുടെ അടുത്ത് അസഭ്യം പറയുന്ന, ഒരു കമ്മീഷണറായിട്ട് നല്ല രീതിയിൽ വിലസുന്ന, അവിടെയുള്ള കൃത്യങ്ങൾക്കെതിരെ എല്ലാം പ്രതികരിക്കുന്ന ഒരു നല്ല പൗരനായിട്ടാണ് ഇദ്ദേഹം സിനിമയിലൊക്കെ ഉള്ളത്. അന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ കൂടിയൊക്കെ ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിനെ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് എന്തോ സുരേഷ് ഗോപിക്ക് കാര്യമായിട്ട് പറ്റി. സുരേഷ് ഗോപിയുടെ സുവർണ കാലഘട്ടം അവിടെ കൊണ്ട് അവസാനിച്ചു. അദ്ദേഹം പിന്നീട് സംഘികൾക്കൊപ്പം ചേർന്നു. സംഘികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സംഘികൾക്ക് വേണ്ടിയിട്ട് എല്ലാ അടിമപ്പണികളും ചെയ്യുന്നു. സംഘികൾ പറയുന്നത് കേൾക്കുന്നു, അതേപോലെ ചെയ്യുന്നു. പിന്നീട് സംഘികളിൽ ഒരു അടിമയായി മാത്രം മാറിയ സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത്. ചാണകം തിന്ന് ചാണകത്തിൻ്റെ ഗോമൂത്രവും കുടിച്ച് തലയിൽ മുഴുവനും ചാണകത്തിൻ്റെ ചെളിയും നിറഞ്ഞ സുരേഷ് ഗോപിയാണ് പിന്നീട് കണ്ടത്. അത് ബുദ്ധി എന്ന് പറയുന്ന സാധനം എവിടെയോ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തോ ഒരു ഫ്യൂഡൽ മാടമ്പി കാണിക്കുന്നത് പോലെയും ഫ്യൂഡൽ പ്രഭു കാണിക്കുന്നത് പോലെയുള്ള പരിപാടികളൊക്കെയാണ്. എന്നാൽ ഇവനൊക്കെ വെറും വട്ടപൂജ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അതായത് കുട്ടനാട്ട് അങ്ങ് 3500 ഏക്കറോളം കൃഷിഭൂമിയുള്ള ഒരു മകൻ, അല്ലെ ഒരു കൊച്ചുമകനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി വലിയൊരു ജന്മിയുടെ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ, അല്ലെ ഞാൻ വലിയ മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സുരേഷ് ഗോപി അറിഞ്ഞില്ല തൻ്റെ മുൻപിലിരുന്ന് കൈയടിക്കുന്ന ആളുകൾ താൻ കൊടുത്ത കാശും വാങ്ങിയിരിക്കുന്ന ആളുകളാണെന്നുള്ളത്. അല്ലെങ്കിൽ താൻ കൊടുത്ത കാശും വാങ്ങിയിരിക്കുന്ന ആളുകൾ കൈയടിച്ചാൽ ലോകം മുഴുവനും കൈയടിക്കുമെന്നാണ് ഇദ്ദേഹം പ്രതീക്ഷിച്ചത്.
എന്നാൽ ഇയാൾ പറയുന്നതെല്ലാം മാസമായിട്ട് കാണാത്ത, ഇയാൾ പറയുന്നത് പലതും മണ്ടത്തരങ്ങളായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. അങ്ങ് യു പിയിലും ബീഹാറിലും ഊപ്പിയിലെ പരിപാടിയൊക്കെ അവിടെ നടക്കുമായിരിക്കും. അങ്ങ് യു പിയിലും ബീഹാറിലും അങ്ങ് ഗുജറാത്തിലും ഒക്കെ നിൻ്റെയൊക്കെ ഈ പറയുന്ന അഴിഞ്ഞാട്ടവും തോന്നിവാസവും ഒക്കെ നടക്കുന്നുണ്ടാവും. നിനക്കൊക്കെ വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന ഒരു കൂട്ടം അണ്ണന്മാരും കാണും. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ മക്കളെ, കേരളത്തിലെ ആളുകൾ സമ്പൂർണ്ണ സാക്ഷരരാണ്. പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നിൻ്റെയൊക്കെ ചാണകം മെഴുകൽ ഇതുകൊണ്ടൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കേന്ദ്രത്തിലേക്ക് പോയൊരു ബഡ്ജറ്റ് അവതരണം വന്നപ്പോൾ കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ വലിയ രീതിയിൽ ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ദുരിതബാധിതരുടെ ചൂരൽമലയിൽ ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തമുഖത്ത് ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആളുകളെയും അവരുടെ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട കുടുംബാംഗങ്ങളെയും ഒക്കെ അവരുടെ വായ്പ എഴുതി തള്ളാൻ പോലും സാധിക്കാത്ത, അല്ലെ എഴുതി തള്ളാൻ പോലും തയ്യാറാവാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളൊക്കെ നമ്മൾ ഈയിടയ്ക്ക് ചർച്ച ചെയ്തല്ലേ. ആ സമയത്തും കേരള ഗവൺമെന്റ് പറഞ്ഞത് ഇതൊന്നും ഇങ്ങനെ ഇടപെടാൻ സാധിക്കത്തില്ല. ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി പറഞ്ഞത് അവരിൽ നിന്ന് ₹1 പോലും ഈടാക്കാൻ സാധിക്കത്തില്ല, അക്കൗണ്ടുകളെല്ലാം ഞങ്ങൾ ഫ്രീസ് ചെയ്യിപ്പിക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതായത് ഈ പറയുന്ന കേന്ദ്രം അപ്പോഴും ഇപ്പോഴും എന്നും കേരളത്തിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് വേണ്ടിയിട്ട് BJP വലിയ രീതിയിൽ എന്തൊക്കെയോ അങ്ങ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കേന്ദ്രം കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്? കുറെ വർഗീയ കലാപം ഉണ്ടാക്കാനും മതവിദ്വേഷം ഉണ്ടാക്കാനും ജാതിയുടെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാനും അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഒന്ന് വിരലിലുണ്ടാവുന്ന ചിലപ്പോൾ 1-2 കാര്യങ്ങൾ കാണും. അതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ കേരള ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെയും കേരള ഗവൺമെന്റ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് കൊണ്ട് തന്നെയുമാണ് ഇവിടെ ഇപ്പം നമ്മുടെ കേരളം അതിദരിദ്രരില്ലാത്ത കേരളം നമ്മൾ പറയുന്നത്. ദാരിദ്ര്യം ഇപ്പോഴും മാറിയിട്ടില്ല, അതിദാരിദ്ര്യം മാറിയിട്ടുണ്ടെന്നാണ് നമ്മുടെ സർക്കാർ അവകാശപ്പെടുന്നത്. അതിനെപ്പോലും കേന്ദ്രം വന്നിട്ട് ഞങ്ങളുടെ ഇതുകൊണ്ടാണ് കിറ്റ് കിട്ടുന്നത്, അല്ലെ ഞങ്ങളുടെ ഇതുകൊണ്ടാണ് റേഷനരി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. കാര്യം ശരി തന്നെ ആയിരിക്കാം. ഈ റേഷനരി കൊടുക്കുന്നത് നിങ്ങളാണ്. ഇതിന് മുൻപുള്ള സർക്കാരിനും റേഷനരിയും അതേപോലെ തന്നെ കിറ്റൊക്കെ കൊടുത്തത് നിങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ അത് വേണ്ട രീതിയിൽ എവിടെയൊക്കെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ കരങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതോടെ ഒന്ന് അന്വേഷിക്കണം. അതാത് പാർട്ടിയിലിരിക്കുന്ന പാർട്ടിയുടെ തലമൂത്തപ്പന്മാർക്കായിരിക്കും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. അത് നമുക്ക് നമ്മുടെ സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ. വലിയ റോക്കറ്റ് സയൻസോ വലിയ എന്താ പറയുക മറ്റുള്ള രീതിയിൽ ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. എല്ലാമുള്ള ആളുകൾക്ക് എന്നും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഒന്നുമില്ലാത്തവൻ എപ്പോഴും വല്ല പയറും കഞ്ഞിയും അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചവെള്ളവും വല്ല മുളകും ഒക്കെ ഉടച്ച് തിന്നേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് ഇവിടുത്തെ ഒരു കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു സംഭാവന വലിയ രീതിയിൽ തന്നെ ഉണ്ട്. എന്നാലും സുരേഷ് ഗോപിജിയെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന തൃശ്ശൂരുകാരുണ്ട്. അല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കളിയാക്കുവാണെന്ന് വിചാരിക്കരുത്. ഞാൻ പലപ്പോഴും സുരേഷ് ഗോപിയെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകും. അവർ പറയുന്നത് തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റിയെന്ന് പറയാൻ നീ ആരാടാ, നിനക്ക് എന്താ അവകാശമാണ് അതിലുള്ളതെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്കൊരു അവകാശവുമില്ല. തൃശ്ശൂരുകാരെ കുറ്റം പറയാനും ഞാൻ നിന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അബദ്ധം പറ്റി എന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമല്ലേ? നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പലരും പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് വിരോധം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും വിദ്വേഷം തോന്നുന്നുണ്ടെങ്കിൽ, അതൊരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് അവരോട് പറയാനുള്ള അവരോടുള്ള ദേഷ്യമല്ല. നിങ്ങൾക്ക് തന്നെ അബദ്ധം പറ്റി നിങ്ങൾക്കറിയാം. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ആണ് നിങ്ങൾ തീർക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപിജിയുടെ അടുത്ത് അതൊന്ന് പറയാനോ സുരേഷ് ഗോപിജിയെ പറ്റി മോശം പറയാനോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന സംഘികളുടെ അടിമകൾ തന്നെയാണ്. അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ എന്താണ് ഈ പറയുന്നത് ചില ആളുകൾ വേണമെങ്കിൽ ചോദിക്കാം. അത് മനസ്സിലാകേണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതായത് ചാണകം മാത്രം രാവിലെയും വൈകുന്നേരവും മൃഷ്ടാനം പോലെ ഇങ്ങനെ ഉരുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാവില്ല. അവരുടെ തലയിലെല്ലാം മൂഢത്തരം നിറഞ്ഞ് അല്ലെങ്കിൽ ചാണകം കയറി ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. ഈ പശു കിടക്കുന്ന തൊഴുത്തിൽ പോലും കാണില്ല ഇത്രയും ചാണകം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ചാണക സംഖ്യ എന്ന് വിളിക്കല്ലേ മക്കളെ, ചാണകത്തിനൊക്കെ കുറച്ചൊരു ബഹുമാനം കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഗോമൂത്ര സംഖ്യകളെന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞത്. ശരി, ഞാനത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഗോമൂത്ര സംഖ്യകൾ. ഒട്ടക്കിണറ്റിലെ തവളകളെന്ന് പറയാൻ പറ്റില്ല, ഈ ചാണകപ്പുരയിലെ ചാണകക്കുഴിയിലെ തവളകളെന്ന് വേണമെങ്കിൽ പറയാം. യുവമാർക്ക് അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല. ആ ലോകത്തിൽ കിടന്നുകൊണ്ട് എന്തൊക്കെ തിളപ്പ് കാണിക്കുക അതെല്ലാം യുവമാർ കാണിക്കും. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമകൃഷിക്ക് വേണ്ടിയിട്ട് കേരളത്തിലൊരു സ്ഥലം കണ്ടുപിടിച്ച് തന്ന കേന്ദ്ര സർക്കാരിനെയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ഉന്നത കുലജാതൻ എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ ഈ ഒരു സമയത്ത് നമ്മൾ സ്മരിക്കണം. പിന്നെ ഇപ്പോഴും കേരളത്തിൽ എയിംസ് വരും. അത് എന്ന് വരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണെങ്കിലും വരും. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഉണ്ടല്ലോ, എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടല്ലോ, എല്ലാ മാസവും ഞായറും ശനിയും ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ എപ്പോഴെങ്കിലും വരും. 2026 തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ബഡ്ജറ്റ് അവതരണത്തിൽ അത് ഉണ്ടാവുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ കളം മാറ്റി പിടിക്കുന്നത്. അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഈ ഒരു സ്വഭാവം സുരേഷ് ഗോപിക്ക് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിനെയൊക്കെ ഇത്രയും വളം വെച്ച് കൊടുത്ത കേരളത്തിലെ ജനങ്ങളോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ ചിന്തിക്കുക. വേടൻ പറഞ്ഞതുപോലെ, അതായത് വോട്ട് ചെയ്യുമ്പോൾ നോക്കി വോട്ട് ചെയ്യണം. അല്ലെങ്കിൽ
നമ്മൾ ഒക്കെ പെട്ടുപോകും. വേടൻ പറഞ്ഞൊരു എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ന്യൂനപക്ഷം ഉള്ളത് കൊണ്ടാണ്, അല്ലെ ന്യൂനപക്ഷം അതിശക്തരായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ശക്തത അല്ലെ ശക്തി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സ്വതന്ത്രമായിട്ട് പാടാനും പറയാനും കേൾക്കാനും എല്ലാത്തിനും കഴിയുന്നത്. അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ട് നമ്മൾ ഇന്നും തുടരേണ്ടി വന്നതിനെന്നാണ് വേടൻ പറഞ്ഞത്. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ജനങ്ങളെ, നിങ്ങൾ വോട്ടൊക്കെ വരാൻ പോവുകയാണ്, കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. ഞാൻ ഒരു പാർട്ടിയുടെ അടിമയായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് ചെയ്യുക. നമുക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകളെ വിജയിപ്പിക്കുക. അല്ലാതെ ഈ ജാതിയും മതവും അതിൻ്റെ അതിർവരമ്പുകളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ പൊക്കിക്കൊണ്ട് വരാതിരിക്കുക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.